SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വൈക്കം ഭാസ്കരൻ നായർ സ്മാരക വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. വൈക്കം താലൂക്ക് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് സുബേദാർ PR തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസിന് വിധേയരാകുന്ന വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലൈസർ നൽകാൻ ഒരുങ്ങി എംപയർ കോളേജ്. 250 ഡയാലൈസറുകൾ ജൂലൈ 8-ന് മലപ്പുറം കുറ്റിപ്പുറം ഒലീവ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മലപ്പുറം വൈക്കത്തൂർ പച്ചീരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ജൂലൈ 5 മുതൽ 13 വരെ നടക്കുമെന്ന് ക്ഷേത്രം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ ക്ഷേത്ര ചടങ്ങുകളും നടക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് കാപ്പ നിയമം ലംഘിച്ചയാൾ അറസ്റ്റിലായത് തെക്കുംകര സ്വദേശി വിനോദ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, മോഷണം, വധശ്രമം എന്നീ കേസുകളിലെ പ്രതി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി പിടിയിലായത് 24 വയസ്സുകാരനായ ജഹീറുൽ ഇസ്ലാം. പ്രതിയിൽ നിന്നും പിടികൂടിയത് 1.5 ഗ്രാം ബ്രൗൺ ഷുഗർ. നെടുമ്പാശ്ശേരിയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് 90,000 രൂപയുടെ വിദേശ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കൊല്ലം പോരുവഴിയിലെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി. മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ വടക്കേമുറിയിലെ ശ്രീജിത്തിന്റെ വീട്ടിൽ. സംഭവത്തിൽ കേസെടുത്ത് ശൂരനാട് പോലീസ്. കൃഷ്ണവിഗ്രഹം മോഷ്ടിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പരാതി നൽകിയത് തൃപ്പൂണിത്തുറ സ്വദേശി. 6 കോടി നൽകിയിട്ടും ലാഭവിഹിതം നൽകിയില്ലെന്നും വ്യാജരേഖയുണ്ടാക്കി ചെലവ് പെരുപ്പിച്ച് കാണിച്ചെന്നുമാണ് ആരോപണം. വൈദ്യുതാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മൺസൂൺ കാലത്ത് വൈദ്യുതാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ.